നമസ്കാരം, പ്രവാസി വാർത്തയിലേക്ക് സ്വാഗതം. കോവിഡ് ഗൾഫ് നാടുകളെ കീഴടക്കുമ്പോൾ നാട്ടിലേക്ക് വരാനുള്ള തയ്യാറെടുപ്പിലാണ് നമ്മുടെ പ്രവാസി സഹോദരങ്ങൾ. തിരിച്ചെത്തുന്ന പ്രവാസികളെ സ്വീകരിക്കാനുള്ള അവസാനവട്ട ഒരുക്കങ്ങളുമായി കേരള സർക്കാരും തയ്യാറായിരിക്കുകയാണ്. രോഗസാധ്യതയുള്ളവരെ പാർപ്പിക്കാനുള്ള കെട്ടിടങ്ങൾ ഒരുക്കുന്നതിനാണ് മുൻഗണന നൽകുന്നത്. ഇതുവരെ 2,39,642 കിടക്കകൾക്കുള്ള സ്ഥലം കണ്ടെത്തി. ഇതിൽ 1,52,722 കിടക്കകൾ തയ്യാറാണ്. സർക്കാർ സ്വകാര്യ ആശുപത്രികളിലും ഹോട്ടലുകളിലും റിസോർട്ടുകളിലും മുറികൾ കണ്ടെത്തിയതിനു പുറമെ 47 സ്റ്റേഡിയങ്ങളും ക്വാറന്റൈനായി തെരഞ്ഞെടുത്തിട്ടുണ്ട്. സ്റ്റേഡിയങ്ങളിൽ മാത്രം 20,000 കിടക്കകൾ സജ്ജീകരിക്കുകയും ചെയ്യാം. തിരുവനന്തപുരത്തെ യൂണിവേഴ്സിറ്റി സ്റ്റേഡിയവും ചന്ദ്രശേഖർ നായർ സ്റ്റേഡിയവും കൊച്ചി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയവും കോഴിക്കോട് മെഡിക്കൽ കോളേജ് സ്റ്റേഡിയവും എല്ലാം തന്നെ പട്ടികയിലുണ്ട്. ദുരന്ത നിവാരണ അതോറിറ്റിയും PWDയും ചേർന്നാണ് ഈ സജ്ജീകരണങ്ങളെല്ലാം തന്നെ ഒരുക്കുന്നത്. ക്വാറന്റൈന് വേണ്ടി തെരഞ്ഞെടുത്ത പ്രധാന കെട്ടിടങ്ങൾ ഇങ്ങനെയാണ്. സർക്കാർ ആശുപത്രികൾ 6,701 കിടക്കകൾ 55,491, സ്വകാര്യ ആശുപത്രികൾ 1,311 കിടക്കകൾ 72,380, പേവാർഡുകൾ 2,406, ഹോസ്റ്റൽ 747 കിടക്കകൾ 80,842, സ്കൂളുകൾ 11,937, ITI 57 കിടക്കകൾ 440, ഹോട്ടൽ 1,659 കിടക്കകൾ 35,650, ലോഡ്ജ് 2,182 കിടക്കകൾ 33,773, 723 റിസോർട്ടുകളും തയ്യാറായിട്ടുണ്ട്. ഇവിടെ കിടക്കകൾ 11,285, 128 ആയുർവേദ സെന്ററുകളും ക്വാറന്റൈനായി തയ്യാറായി കിടക്കുന്നു. ഇവിടെ കിടക്കകൾ 1,858 ആണ്. ഓഡിറ്റോറിയം 1,505, 47 സ്റ്റേഡിയം, അതായത് ഇൻഡോറും ഔട്ട്ഡോറും അടക്കം 47 സ്റ്റേഡിയങ്ങളും ക്വാറന്റൈനായി തയ്യാറാണ്. പ്രവാസികൾക്കായി ആന്റിബോഡി പരിശോധനയും തയ്യാറാണ്. തിരിച്ചെത്തുന്ന പ്രവാസികളുടെ രോഗപരിശോധന സംബന്ധിച്ച മാർഗരേഖകൾ തയ്യാറാക്കാൻ സർക്കാർ തീരുമാനമെടുത്തിട്ടുണ്ട്. വിമാനത്താവളങ്ങളിലെ പ്രാഥമിക സ്ക്രീനിങ്ങിന് ശേഷം ആന്റിബോഡി ടെസ്റ്റ് നടത്താനാണ് ധാരണ. ഇതിൽ പോസിറ്റീവ് ആകുന്നവർക്ക് PCR ടെസ്റ്റ് നടത്തും. മാർഗരേഖ തയ്യാറാക്കുന്നതിന് നിയമിച്ച വിദഗ്ധ സമിതിയുമായി മന്ത്രി KK ശൈലജ ടീച്ചർ കൂടിക്കാഴ്ച നടത്തി. ഭൂരിഭാഗം രോഗികൾക്കും രോഗലക്ഷണങ്ങൾ കുറവാണെന്ന് കണ്ട സാഹചര്യത്തിൽ തെർമൽ ഗൺ ഉൾപ്പെടെയുള്ള പ്രാഥമിക പരിശോധന കൊണ്ട് കാര്യമില്ലെന്ന അഭിപ്രായമാണ് സമിതിക്കുള്ളത്. ഈ സാഹചര്യത്തിൽ ആന്റിബോഡി ടെസ്റ്റിംഗിലും നടത്താനുള്ള സൗകര്യമൊരുക്കണം. 5 ലക്ഷത്തോളം പ്രവാസികൾ മടങ്ങിയെത്തുമ്പോൾ എല്ലാവർക്കും പരിശോധന നടത്താനുള്ള കിറ്റുകൾ ഒരുക്കുക എന്നത് വലിയ വെല്ലുവിളിയാണ്. 2 ലക്ഷം കിറ്റുകൾ ഉടൻ തന്നെ ലഭ്യമാകുമെന്നാണ് ആരോഗ്യ വകുപ്പിന്റെ പ്രതീക്ഷ. രോഗലക്ഷണങ്ങൾ ഉള്ളവർ കൂടുതലുണ്ടെങ്കിൽ PCR പരിശോധനയും കൂട്ടേണ്ടി വരും. ഇതിനുള്ള RNA എക്സ്ട്രാക്ഷൻ കിറ്റുകളും വേണ്ടത്രയില്ല. വിമാനത്താവളങ്ങളിലെ തിരക്ക് നിയന്ത്രിക്കാൻ DIGമാരെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. മടങ്ങിയെത്തുന്ന പ്രവാസികളുടെ ക്വാറന്റൈൻ ഉൾപ്പെടെ ഏകോപിപ്പിക്കുന്ന നടപടികൾക്ക് പ്രിൻസിപ്പൽ സെക്രട്ടറി ബിശ്വനാഥ് സിൻഹ നേതൃത്വം നൽകും. 4 രാജ്യാന്തര വിമാനത്താവളങ്ങൾ കേന്ദ്രീകരിച്ചും കമ്മിറ്റി രൂപീകരിക്കുന്നുണ്ട്. വിമാനത്താവളങ്ങളിൽ കോവിഡ് പരിശോധനയുമായി ബന്ധപ്പെട്ട തിരക്ക് ഒഴിവാക്കാൻ DIGമാർക്കാണ് ചുമതല നൽകിയിട്ടുള്ളത്. വിദേശത്ത് നിന്നും തിരിക്കുന്നവർ അവിടെ കോവിഡ് പരിശോധനയ്ക്ക് വിധേയമായിട്ടുണ്ടോ എന്ന് അറിയിക്കണമെന്ന് കേന്ദ്രത്തോടും ആവശ്യപ്പെട്ടിട്ടുണ്ട്. രോഗമുണ്ടെന്ന് സംശയിക്കുന്നവരെ സർക്കാരിന്റെ ക്വാറന്റൈൻ കേന്ദ്രങ്ങളിലാണ് താമസിപ്പിക്കുന്നത്. ഇവരുടെ ലഗേജ് സർക്കാർ ചെലവിൽ വീടുകളിലെത്തിക്കും. രോഗലക്ഷണങ്ങൾ ഇല്ലാത്തവരെ സർക്കാർ വാഹനങ്ങളിൽ വീടുകളിലെത്തിച്ച് ക്വാറന്റൈനിൽ പാർപ്പിക്കും. വീടുകളിൽ സൗകര്യമില്ലാത്തവരെയും സർക്കാരിന്റെ ക്വാറന്റൈൻ കേന്ദ്രത്തിലേക്ക് മാറ്റും. വീടുകളിൽ നിരീക്ഷണത്തിലുള്ളവർക്ക് കൃത്യമായ ഇടവേളകളിൽ പരിശോധനയുണ്ടാകും. ഇതിന് സ്വകാര്യ ആശുപത്രി ഡോക്ടർമാരുടെയും സേവനം ഉറപ്പാക്കുമെന്നും സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. വീടുകളിൽ കഴിയുന്നവർ പുറത്തിറങ്ങാതിരിക്കാൻ വാർഡുതല ജാഗ്രതാ സമിതി രൂപീകരിക്കും. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.